നട്ടപ്പൊരു വെയിലത്ത് രണ്ടാണ് സൈക്കിൾ കളിക്കുന്നത്. എന്താ വൃത്തി എന്നുണ്ടോ നോക്കിയേ, പച്ച കളറൊക്കെ ആക്കിയിട്ട് സെറ്റപ്പ് സംഭവം. ഹോട്ട് ചന്തിപുള്ളി ഹോട്ട്. ഞാനിപ്പോൾ ഉള്ളത് ഇറാഖിലാണ്. ഇറാഖിലെ കിർക്കൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ബാഗ്ദാദിൽ നിന്നും എർബിലിൽ പോകുന്ന വഴിക്ക് ചെറിയൊരു ടൗണാണ് കിർക്കൂക്ക്. ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് വേറൊരു മിസ്റ്റേക്ക് നടന്നു. വേറെ ഒന്നുമില്ല, ഞാൻ ബാഗ്ദാദിൽ നിന്നും കിർക്കൂക്കിലേക്ക് വരുമ്പോൾ ചെയ്ത വ്ളോഗ് കംപ്ലീറ്റ് ഡിലീറ്റ് ആയിപ്പോയി. കാരണം ഞാൻ ഉപയോഗിക്കുന്ന DJIയുടെ ആക്ഷൻ 5 ക്യാമറയാണ്. അപ്പം അതിൽ ഞാൻ റെക്കോർഡ് ചെയ്ത്, സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്, മെമ്മറി കാർഡ് ഉണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ മെമ്മറിയാണ് റെക്കോർഡ് ചെയ്യൽ. റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിലീറ്റ് ചെയ്യും. അതാണ് ചെയ്യൽ സാധാരണ. പക്ഷേ ഇന്നലെ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങോട്ടേക്കുള്ള വീഡിയോസ് കംപ്ലീറ്റ് കയറിയത് എക്സ്റ്റേണൽ മെമ്മറി കാർഡിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് വന്ന ഉടൻ മെമ്മറി കാർഡ് ഊരി ഫോർമാറ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കോപ്പി ചെയ്യുന്ന ഒരു ഫയലിംഗ് കാണുന്നില്ല. ഒരുപാട് നല്ല നല്ല കണ്ടൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ വെള്ളത്തിലായി. പക്ഷേ ഞാനത് എടുത്തു വെച്ചിട്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാനത് റിക്കവർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഒരു ഇറാഖി ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ളത്. ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റാണ്. ഇന്നലെ വന്നപ്പോൾ എനിക്ക് വന്നതിന് ശേഷം ഇവർ നല്ല ഫുഡ് തന്നിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടോ, ഇത് ചായ, ഓക്കെ, ഇത് ഒലീവ. ഇറാനിൽ നമ്മൾ കണ്ടിരുന്നു അതേപോലത്തെ പരിപാടികൾ കേട്ടോ. ഇതൊക്കെ സ്വീറ്റ്സാണ്, രാവിലെ തന്നെ മധുരമാണ്. ഇത് മുട്ടയാണ്, ഇത് പഞ്ചസാരയുണ്ട്, അതുപോലെ ഇത് ഐസിട്ട വെള്ളമുണ്ട്, പിന്നെ ഇത് ചീസാണ്. ഇത് സാധനങ്ങൾ ഇതൊക്കെ തേനും ഇതൊക്കെ കേട്ടോ. ബട്ടറുണ്ട്, ബ്രെഡ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ നാട്ടിൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന പോലെ തന്നെ, പക്ഷേ മധുരം ഇവർക്ക് ഭയങ്കര കൂടുതലാണ് കേട്ടോ ഇവിടെ. പിന്നെ എന്താ വെച്ചാൽ എന്താ പറയുക, പുള്ളിയുടെ വീടാണിത്. ഇത് ചെറിയൊരു 2 ബെഡ്റൂം വീടാണ്. 2 റൂമാണ് ഇവിടെ ഉള്ളത്, കണ്ടില്ലേ. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്, ഇവിടെ ബെഡ്റൂമുണ്ട്, ഇവിടെ കിച്ചൺ ഉണ്ട്. ഇവർ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങുന്നില്ല സാധനങ്ങളൊന്നും കേട്ടോ. ഇത് ജാമാണെങ്കിലും ഇത് ഡേറ്റ്സ് ആണ്. ഇതൊക്കെ പുള്ളിയുടെ സ്വന്തം പറമ്പിൽ നിന്ന് പുള്ളി കൊണ്ടുവന്ന് കേട്ടോ. ഇവരുടെ ഭക്ഷണം നല്ല ഭക്ഷണമാണ്. നമ്മൾ ഷുഗർ പ്രഷറുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ധൈര്യത്തോടെ കഴിക്കാം. പഞ്ചസാര ഒന്നുമില്ല, എല്ലാം നാച്ചുറലി വരുന്ന സാധനങ്ങളാണ്. നമ്മൾ ഓരോ രാജ്യത്തും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് അവിടുത്തെ ഭക്ഷണമൊക്കെ വരുന്നത് കേട്ടോ. ശരിക്കും ഞാൻ പറഞ്ഞത് ഒരുപാട് വീഡിയോസിൽ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നത് കേട്ടോ. ഇത് മൊത്തം നമുക്ക് 3 കൂടി കഴിച്ചു തീർക്കാനുള്ള സാധനങ്ങളുണ്ട് ആക്ച്വലി. ഇതാണ് പുള്ളിയുടെ വീട് കേട്ടോ. ചെറിയ വീടാണ്. നമ്മളിവിടെ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പുറത്ത് കാണിച്ചാൽ ഒരു കുഞ്ഞ് ഏരിയ ആണ്. ചെറിയൊരു നമ്മൾ കർണാടകത്തിലൊരു ഉള്ളേരിയ പോയൊരു ഫീലാണ്. ശരിക്കും ഈ ഇറാഖ് കാണുമ്പോൾ എനിക്കധികം കർണാടകത്തിലെ ബാംഗ്ലൂരൊക്കെ ഓർമ്മ വരും കേട്ടോ. ഒരു കുഞ്ഞ് വീടാണ്. ഈ വീട്ടിൽ പുള്ളിയുടെ വൈഫും പുള്ളിയുടെ 3 വയസ്സുള്ള മകനുമാണ് താമസിക്കുന്നത്. അതുപോലെ ആ ഒരു വലിയ വീടുണ്ട് കോർണറിൽ, ഈ ഒരു വലിയ വീട്. ആ വലിയ വീട്ടിൽ പുള്ളിയുടെ ബ്രദറിൻ്റെ വൈഫും അതുപോലെ ഉമ്മ എല്ലാവരും അവിടെ താമസിക്കുന്നത് കേട്ടോ. പിന്നെ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ എന്താണ് അവരോട് ചോദിക്കേണ്ടത് നിൽക്കുമ്പോൾ ഞാൻ തന്നെ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് കഷ്ടപ്പെട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടില്ലേ, ഇത് പുള്ളിയുടെ ബ്രദറിൻ്റെയാണ്. പുള്ളി വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിലാണ്. പുള്ളിയുടെ ബ്രദർ വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഈ അഗ്രികൾച്ചർ മേഖലയിൽ, എന്ന് വെച്ചാൽ കൃഷി മേഖലയിൽ കൃഷിയിലേക്ക് വെള്ളം എത്തിക്കുന്ന പമ്പുകളൊക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഒക്കെ വർക്ക് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഒരുപാട് അവരോട് സംസാരിച്ചു. ഇവർക്ക് ബേസിക് സാലറി ഉള്ളത് ഓൾമോസ്റ്റ് 2800 ദിറംസാണിത്. അവരുടെ മക്കളായിട്ടാണ് കളിക്കുന്നത്. പുള്ളിയുടെ ബ്രദറിൻ്റെ മോളും പുള്ളിയുടെ മോനും കേട്ടോ. ഫോണൊന്നും കളിക്കുന്ന നോക്കിയേ. ഓടി വരുന്നുണ്ടോ? സേ ഹായ്. ഹായ്. ഇത് അവൻ്റെ മോനാണ്, ഇത് അവൻ്റെ ഏട്ടൻ്റെ മോളാണ്. ഇവൻ്റെ പേര് റയാൻ കേട്ടോ. ഇവൻ്റെ പേര് റയാൻ എന്നാണ്. ഇന്നലെ ഞാൻ എന്നിട്ട് ഇവൻ്റെ പേരിടും പെട്ടെന്ന് എനിക്ക് എൻ്റെ മോനെ മിസ് ചെയ്തു. എന്നിട്ട് ഞാൻ റയാനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു 2 ആൾ. ഓക്കെ, നട്ടപ്പൊരു വെയിലത്ത് 2 ആൾ സൈക്കിൾ കളിക്കുന്നത്. ഇവിടെ മുടി കണ്ടോ? നമ്മുടെ നാട്ടിലാകുമ്പോൾ മുടികളിൽ ചടങ്ങുകളിലുണ്ടെന്ന് കുട്ടികൾ മുടി വേഗം മുറിക്കും. പക്ഷേ ഇവിടെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ മുടി ഓക്കെ, ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. മുടി മുറിക്കില്ല ഇവർ, നല്ല സ്റ്റൈലായി കളർ ചെയ്ത് നടക്കും. 3 വയസ്സുള്ള 2 ഓക്കെ. ചാൽ സെറ്റല്ലേ. കിർക്കൂക്ക് എന്നുള്ള ചെറിയൊരു ടൗണാണ്, വലിയ ടൗണൊന്നുമല്ല. മാക്സിമം ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചിട്ടോ. പിന്നെ എൻ്റെ വണ്ടി പുള്ളിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. കാരണം പുള്ളിയുടെ അടുത്തൊരു ഹോണ്ട ഗോൾഡ് വിങ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ കണക്റ്റ് ആകുന്നത് തന്നെ. ഇവിടെ ഗോൾഡ് വിങ്ങിൻ്റെ ഗ്രൂപ്പേ ഉണ്ട്. ഓക്കെ, ഗോൾഡ് വിങ്ങിൻ്റെ ഗ്രൂപ്പേ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൽ പുള്ളിയുടെ അടുത്ത് വണ്ടിയുണ്ട്. അതുകൊണ്ടാണ് പുള്ളിയൊക്കെ ഓടിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് മര്യാദയ്ക്ക് പറയുന്നതിൻ്റെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ വ്ളോഗ് ചെയ്യില്ല. ഇവിടെ ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ സിറ്റി ഡ്രൈവ്, ലോക്കൽ ട്രിപ്പാണ്. എൻ്റെ ഹെൽമെറ്റ് വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികളുടെ കളറില്ലേ, ഡ്രസ്സിൻ്റെ കളർ, എക്സ്പെഷ്യലി ഗേൾസിൻ്റെ, അവർ കുട്ടിയൊക്കെ ഉപയോഗിക്കുന്ന കളർ ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ
അത് കണ്ട് പഠിക്കണം കേട്ടോ. ഒരു പിങ്കിഷൊക്കെ ആയിരുന്നു ഉപയോഗിക്കുന്നത്. എല്ലാ ബൈ 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 ബൈ. ഓക്കെ ഓക്കെ യാ. അങ്ങനെ ഈ യാത്രയിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ വണ്ടിയുടെ പുറകിൽ ചെയ്തിട്ട് പോകണം കേട്ടോ. എല്ലാ കിർക്കുക്ക് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് ഇവിടെ കിർക്കുക്ക് എന്നുള്ളതല്ലേ. ഓ കിർക്കുക്കിലെ ഫസ്റ്റ് പമ്പ് നമ്മൾ ക്രോസ് ചെയ്ത്. ഇവിടെയൊക്കെ കുഞ്ഞുമക്കളുണ്ട്. നോക്കിയാൽ ഇവിടെ എല്ലാം കുഞ്ഞുമക്കളുണ്ട്. പിന്നെ പുള്ളി താമസിക്കുന്നത് പുള്ളിയുടെ സ്വന്തം വീട്ടിലാണ്, വാടകയ്ക്കല്ല. ഇവിടെ വാടക വീട് കുറവാണ്. ഈ മഞ്ഞക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ, മഞ്ഞ കളർ വണ്ടികൾ. സമയം 12 മണിയായി, വെയിലുണ്ട്, പക്ഷേ എങ്കിൽ ചൂടില്ല. ഓപ്പണായിട്ട് പറഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുന്ന ആ ഒരു ഫീൽ തന്നെ കേട്ടോ. ഈ ഒരു വ്യൂ നിങ്ങൾക്ക് ഈ ട്രിപ്പ് കിട്ടിയില്ലല്ലോ, അതുകൂടി നിങ്ങൾ എൻജോയ് കേട്ടോ. ഇന്നലെ രാത്രി ഇവിടുത്തെ കുറച്ച് ബൈക്കേഴ്സ് വന്നിരുന്നു. ഇന്നലെ രാത്രി ഇവിടുത്തെ ബൈക്കേഴ്സിൽ കുറച്ച് പേര് എന്നെ കാണാൻ വന്നിരുന്നു. നമ്മളെല്ലാവരും കൂടി കണ്ടു, സംസാരിച്ചു. നമ്മൾ ഇന്നലെ പോയി ഫുഡെല്ലാം കഴിച്ചു. ഇന്നലെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പട്ടി ഷോ ആയിരുന്നു. ഈ കിർക്കൂക്കിലൊക്കെ മൊത്തം നമ്മളെ വണ്ടി കൂടെ കറക്കായിരുന്നു. ഈ വണ്ടി ആക്ച്വലി ഞാനല്ല ഓടിച്ചത്, ഇവനെ ഓടിച്ചത്. ഞാൻ ഇന്നലെ പുള്ളിയുടെ അടുത്ത് കൊടുത്ത് ഞാൻ കാറിൽ പുള്ളിയുടെ ബ്രദറിൻ്റെ അടുത്തൊരു പോളോ ബോക്സ് വാഗൻ്റെ GT ഉണ്ട്, നമ്മൾ അതിലങ്ങനെ കറങ്ങി കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ കൂടെ, ഞാൻ ഇവിടുന്ന് തുർക്കിയിലൊക്കെ എക്സിറ്റ് അടിക്കുമ്പം ഇവരെല്ലാവരും എൻ്റെ കൂടെ എർബിൽ വരെ റൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് റൈഡ്. എനിക്ക് ഇറാഖിൽ എനിക്ക് ഗ്രൂപ്പ് റൈഡ് കിട്ടില്ല, UAE നിന്ന് മാത്രം കിട്ടിയിട്ടുള്ളൂ, വേറെ ഇവിടെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് റൈഡ് കിട്ടും കേട്ടോ. വഴിയോര കച്ചവടക്കാരാണ്, പച്ചക്കറിയാണ് മെയിനായിട്ട് ഇവർ വിൽക്കുന്നത്. ഇവിടെ ഭയങ്കര വില കുറവാണ്, എല്ലാ സാധനത്തിനും ഭയങ്കര വില കുറവാണ്. കാരണം 2800 ദിർഹംസിന് ഒരാൾ ഒരു കുടുംബം പോരണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എന്തായിരിക്കും അവസ്ഥ? വളരെ ചീപ്പാട്ടോ. പിന്നെ ഇവരങ്ങനെ വലിയൊരു ആഡംബര സംഭവങ്ങൾ അങ്ങനെയൊന്നും ഇവരില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ ഹാപ്പി ആയിട്ട് ജീവിച്ച് നടക്കാറുണ്ട്. ഭക്ഷണമാണെങ്കിലും ഞാൻ കാണിച്ചു തന്നില്ലേ, ഇതൊക്കെ FC ബാഴ്സലോണ. വേറെ കാര്യം, അറബ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രായം നമ്മളുടെ എനിക്കൊരു ഇറാഖിലാട്ടോ. ഒരു പക്ഷേ ഈ രാജ്യം യുദ്ധങ്ങൾ കാരണം തകർന്നില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ ക്ലബ്ബ് ലോകത്തിൽ എവിടെയെങ്കിലും എത്തിയേനെ. അജാതി പ്രാന്തന്മാർ എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ഇരുന്നിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കളിയാണ് ഇവർക്ക് പണി. ഫുട്ബോൾ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരുള്ളത് മലപ്പുറം ഒന്നുമല്ല. ഓപ്പണായിട്ട് പറഞ്ഞാൽ മലപ്പുറം ഒന്നുമല്ല എന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ പ്രാന്ത് എത്രത്തോളം ഉണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. കാരണം ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രാന്തന്മാരുള്ളൊരു സ്ഥലമാണ് മലപ്പുറം ജില്ല. അപ്പോൾ അതിനേക്കാളും ബെറ്ററാണ് ഇറാഖ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ മനസ്സിലായിച്ചൊക്കെ. ഇന്നലെ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ രാത്രി ഞാൻ പോയി വണ്ടിയൊക്കെ വാഷ് ചെയ്തു. സൂപ്പർ. ഇവിടെ സെറാമിക്കും ബൈക്ക് വാഷൊക്കെ ഒരു ഷോപ്പുണ്ട്, ഇവരുടെ ഫ്രണ്ടിൻ്റെയാണ്. അവിടെ പോയി നമ്മൾ അതെല്ലാം ചെയ്തു. ഇതുണ്ടോ ഇവർക്കിവിടെ പിന്നെ കേട്ടോ ഫോണൊക്കെ ഉപയോഗിച്ചിട്ടാണ് ബൈക്ക് ഓടിക്കുന്നത്. സിഗരറ്റ് ഉപയോഗിച്ചിട്ട് ബൈക്ക് ഓടിക്കും. ഇവർക്കത് ശീലമാട്ടോ. നിങ്ങൾ ആരെങ്കിലും മനസ്സിൽ വിചാരിച്ച് ഇറാഖിയതാണോ? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ. ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. ഞാൻ വിചാരിച്ച് ഇറാഖ് തന്നെ തകർന്നടിഞ്ഞ ബിൽഡിങ്ങുകളും അതുപോലെ ഒന്നുമില്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും വളരെ പട്ടിണിയും പരിവട്ടമായിട്ട് നടക്കുന്ന ഒരു ജനത. അതാണ് എൻ്റെ മനസ്സിൽ ഇറാഖ് എന്ന് വെച്ചാൽ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇറാഖ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ ടൊയോട്ട ഹൈലാക്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴല്ലേ വന്നത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ആലോചിച്ചൊക്കെ. റെഡ് ലൈറ്റ്, ഇവിടെ റെഡ് ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഗ്രാൻഡ് ഷോറൊക്കെയാണ് വണ്ടിയെ. ഇവിടെ വലിയ ഷോപ്പുണ്ടോ? ഹോം സ്റ്റൈൽ വലിയ ഷോപ്പാണ്. എക്സ്പെൻസീവ് സാധനങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ വാങ്ങാനുള്ള ആൾക്കാരുണ്ട്, അതാണ് എൻ്റെ സത്യം. സെഹർ മൊബൈലിയ, നമ്മുടെ നാട്ടിൽ മൈജി എന്നൊക്കെ പറഞ്ഞ പോലെ. സ്മാർട്ട് റൂം നോക്കി, ഏതാണ്ട് ഓരോ കടകൾ നോക്കി. ഇവിടെ രാത്രി ഇറങ്ങണോ? ഇവിടെ ഫുഡ് കോർട്ടുകൾ ഇറങ്ങണം. സൂപ്പർ 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ ഫുഡ് കോർട്ടുകൾ കേട്ടോ. TVയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട്. ഇത് ഇറാഖിലെ ഒരു ചെറിയ വില്ലേജിലെ കാഴ്ചയാണ് കാണിക്കുന്നത്. അതിലാണ് വലിയൊരു പട്ടണത്തിലല്ല. കിർക്കൂക്ക് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ടൗണൊന്നുമല്ല. ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി മനസ്സിലാവും. കുഞ്ഞ് ടൗണാണ്. ആ കുഞ്ഞ് ടൗണിൻ്റെ കാഴ്ചയിലാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിവിടെ കണ്ട ഒരുവിധം എല്ലാ ഇറാഖികളും, ഒരുവിധം എല്ലാം 99.9% ആൾക്കാരും എന്നോട് പറഞ്ഞ കാര്യമാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്. അത് ഇവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക. അതാണ് ഒരു അടിപൊളി പരിപാടിയാണ്. ഇന്നലെ ഞാൻ കണ്ട ആ ടയർ വീടുകാരൻ ഓൻ്റെ വീട്ടിൽ തന്നെ ക്ഷണിച്ചു. ഇന്നലെ ഞാൻ അവിടെ ഒരുപാട് പേര് ക്ഷണിച്ചു. ഇവൻ എന്നെ ബാഗ്ദാദിനാണ് ഞാൻ ഇവൻ ആദ്യമായിട്ട് കാണുന്നത്. നമ്മൾ ആ ഒരു ഗോൾഡ് വിങ്ങിൻ്റെ സർവീസ് സെൻ്ററിലെ
ബാഗ്ദാദിൽ സർവീസ് അവിടെ ഇവൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ഈ റൂട്ട് വഴിയാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എന്തായാലും എൻ്റെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എനിക്ക് അത്ര വലിയ മൂഡില്ലായിരുന്നു, ഞാൻ നമ്പർ വാങ്ങി. പക്ഷേ പുള്ളി എന്നെ 2-3 തവണ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ജെനുവിൻ ആണെന്ന്. പക്ഷേ എങ്കിൽ അടിപൊളിയായിട്ട് സ്വന്തം വീട്ടിൽ ആലോചിക്കുക, എന്നെ വിശ്വസിച്ചിട്ട് പുള്ളി എന്നെ പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ എന്നെ ഗസ്റ്റായിട്ട് താമസിപ്പിക്കുന്നു, എനിക്ക് ഭക്ഷണം തരുന്നു, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. ഇങ്ങനെയുണ്ട്. ഹലോ, ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്താ പറഞ്ഞത് മനസ്സിലായി? എനിക്കൊരു കൊന്തോ മനസ്സിലായി. ആ ഓക്കെ 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 ഓക്കെ, എന്തോ പറഞ്ഞു എനിക്ക് മനസ്സിലായി. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താപ്പോൾ. മെയിനായിട്ട് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഒന്ന് സൗദിക്കാരൊന്ന് കുവൈറ്റിൽ നിന്ന് എല്ലാം മലയാളികൾ കിട്ടും. ഈ 2 മലയാളികൾക്കാണ് എൻ്റെ അറിവിൽ ഫ്ലുവൻ്റ് ആയിട്ട് അറബി അറിയുന്നത്. മെയിനായിട്ട് സൗദി മലയാളികൾക്ക്. സൗദി മലയാളികളാണ് ജീവിതത്തിൽ ഏറ്റവും ടോപ്പിൽ മലയാളം പറയുന്നത്. ഈ അറബി പറയുന്നത്, മലയാളം എന്ന് പറയുന്നത്. എന്ത് ഓർഡർ ചെയ്യുന്നത്? ആ ഇതൊക്കെ ലൈവായിട്ട് വീഡിയോ കാണുന്നുണ്ട് അവിടെ. അവർക്ക് ഇവിടെ കാണാൻ പറ്റും. പെപ്സി കോക്ക് ഓക്കെ. ഓർഡർ ചെയ്യുന്ന ആളെ വീഡിയോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇല്ല വാട്ടർ ഓർ പെപ്സി ഓക്കെ. വാട്ടർ ഓക്കെ. വാട്ടർ ഓക്കെ. ഒരു കുപ്പി വെള്ളമാണ് ഇവർ മേടിക്കുന്നത്. നോക്കി അടിപൊളി സെറ്റപ്പ് അല്ലേ? എവിടെ എവിടെ അടുത്ത് എവിടെ? ഇതൊക്കെ ടേക്ക് അവേയിൽ നമ്മൾ പോണത്. എന്താ രസം നോക്കിയേ. ഇറാഖാട്ടോ, മറന്നു പോരുത്. ഫുൾ ടെക്നോളജിൻ്റെ. നോ, ഐ ഡോണ്ട് ലൈക്ക് മച്ച് കോഫി. ഞാൻ കാണിച്ചേ. ഐ വിൽ ഗെറ്റ് ഔട്ടാ. ഓക്കെ, അത് പറയണം കേട്ടോ ഇറങ്ങുമ്പോൾ കയറുമ്പോഴും. കാരണം മുമ്പിലേക്ക് എനിക്ക് ബാലൻസ് ചെയ്യണമല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ ഇവനത് വാങ്ങും, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്താ വൃത്തി എന്നുണ്ടോ നോക്കിയേ. പച്ച കളറൊക്കെ ആക്കിയിട്ട് സെറ്റപ്പ് സംഭവം ഇത്. എൻ്റെ വണ്ടി വേറെ എടുത്തു വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറവാണ് ഈ വണ്ടി, ഞാൻ കൊടുക്കൽ വളരെ കുറവാണ്. പക്ഷെ പുള്ളി എക്സ്പേർട്ടാണ്, പുള്ളിക്ക് കൊടുത്തട്ടോ. പിന്നെ ഇവിടെ ഒരു പീസ് പൊട്ടിയിട്ടുണ്ട്, ഇതുണ്ടെങ്കിൽ വലിയൊരു കുഴി വന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്നറിയില്ല. ഇതൊക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ട്രിപ്പ് കഴിയുമ്പോഴേക്കും ഞാൻ ബോഡി മൊത്തം മാറ്റും കേട്ടോ. എൻ്റെ പ്ലാൻ ഇത്രയേ ഉള്ളൂ. ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബോഡി പുതിയ വാങ്ങിയിട്ട് ഫുള്ള് പെയിൻ്റ് അടിച്ചാൽ കയറ്റും. പുതിയ തന്നെ ഇതേ പെയിൻ്റ് ഞാൻ അടിക്കും കേട്ടോ വേറെ വണ്ടിക്ക്. ഓർഡർ എടുക്കുന്നതിന് അവിടെയുണ്ട്. ആ പുള്ളിയെന്ന് അപ്പോൾ ഓർഡർ എടുത്തോ. ഈ ഒരു കോഫി വാട്ടർ വാങ്ങാൻ നമ്മൾ ടേക്ക് അവേ വന്നത്. ഈ ഒരു വെള്ളം കോഫി വാങ്ങാൻ നമ്മൾ ഇത്ര ദൂരം വണ്ടി എടുത്ത് ഈ വെള്ളം കോഫി വാങ്ങാൻ നമ്മൾ ടേക്ക് അവേയിലൊക്കെ നമ്മൾ സാധാരണ മാക്ഡിയൊക്കെ കയറി കഴിഞ്ഞാൽ ബ്രെഡ് ഇങ്ങനത്തെ ഓർഡർ ചെയ്യാം. പക്ഷേ സംഭവം സെറ്റാണ്. ഈ ഒരു പരിപാടി നമുക്ക് നാട്ടിൽ കൊണ്ടുവന്നാൽ നല്ലോണം വിജയിക്കും കേട്ടോ. കൊച്ചിയിലൊക്കെ ഒരു ടേക്ക് അവേ എന്നുള്ള സെറ്റപ്പ് അപ്പുറം ഓർഡർ ചെയ്യുക ഇപ്പുറം കൊടുക്കുക, അങ്ങനെയാണ് വേണ്ടത്. ഞാൻ എൻ്റെ കണ്ണട വെച്ചിട്ടുണ്ട് കേട്ടോ, പവറാണ്. കാരണം ഈ ഉച്ചയ്ക്ക് പണി കേട്ടോ. ഓക്കെ സിദ്ദീഖ്, താങ്ക് യു. ഇത് പലവ്യഞ്ജന കടകളാണ് ഈ ബിൽഡിംഗ് മുഴുവൻ അങ്ങേ തല വരെ. ഇത് കേട്ടോ, ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് എങ്ങനെ ഉണ്ടാവില്ല ഇതേപോലത്തെ കടകൾ അധികം പഴയ ബിൽഡിംഗ് ആയിരിക്കും. ചില കുറേ കാലങ്ങളായ കടകളായിരിക്കില്ല. സെയിം ഇവിടെ അങ്ങനെ തന്നെയാണ്. അവിടെ ഒരുപാട് പുതിയ ബിൽഡിങ്ങുകളുണ്ട്, പക്ഷേ അവർക്ക് വിഷയമില്ല. ഈ പഴയ ബിൽഡിംഗ് തന്നെയാണ് ഇതേപോലെ കടകളിൽ കേട്ടോ മുഴുവനും. അതെ, എന്ത് കരിപ്പട്ടി എന്തൊക്കെയോ ഉണ്ട് അവിടെ, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. കട്ട കട്ട പോലെ ഉണ്ട് കേട്ടോ. പലവ്യഞ്ജന കടകളാണ്. ഷെവർലെ ഓപ്ട്ര, അതുപോലെ ടൊയോട്ട കൊറോള, ഇതാണ് ഇവിടെ മെയിൻ ടാക്സി ഓടുന്നത്. ഓക്കെ, പിന്നെ വേറെ കാര്യം ഈ ഷെവർലയുടെ തന്നെ ഡോഡ്ജ് എന്നുള്ളത് ബാഗ്ദാദിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട വണ്ടിയാണ് ഡോഡ്ജ്. ചലഞ്ചർ. ഇപ്പോൾ ചലഞ്ചർ എനിക്ക് തോന്നി നാട്ടിൽ ഒരുപാട് പേര് അല്ല ചലഞ്ചർ കൊണ്ടുവരുന്നുണ്ട്, ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചറിന് വാല്യൂ ഇല്ല കേട്ടോ. ഇവിടെ ഇവർ ടാക്സി ഓടാനാണ് ചലഞ്ചർ ഉപയോഗിക്കുന്നത്. ഒരുപാട് വണ്ടികളുണ്ട്. 4 ഡോർ ചലഞ്ചർ ഉണ്ട്. ഞാൻ ഇതിൽ 2 ഡോർ കണ്ടിരുന്നു. ചലഞ്ചർ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. 4 ഡോർ ഡോഡ്ജ് പറയുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ചാറാപ്പാറ എല്ലാ സ്ഥലത്തുണ്ട് കേട്ടോ. ഇതൊക്കെ കച്ചവട സ്ഥാപനങ്ങളാണ്. ഞാൻ ബസ്രയിൽ ഇതേപോലെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വീഡിയോ ചെയ്തിരുന്നു. ഇവിടെ ഞാൻ റോഡ് സൈഡിൽ കാണിച്ചു കേട്ടോ. അതായത് വണ്ടികളൊക്കെ ഇതുപോലെ സ്കൂട്ടേഴ്സ് ഇവിടെ ഒരുപാടുണ്ട്. നമ്മളിവിടെ വണ്ടി വെച്ചിട്ടുണ്ടോ, മാർക്കറ്റിൽ വണ്ടി വെച്ചിട്ടുണ്ട്. പുള്ളി എന്തോ കാര്യത്തിന് പോകുന്നത്, ഞാൻ പുള്ളിയുടെ ഒപ്പം പോയതാണ്. ഓക്കെ,
ഇവിടെ സേഫാണ്. ഒരുപാട് പേർ എന്നോട് പറഞ്ഞു ഇവിടെ കള്ളന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. പിടിച്ചുപോരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ ഇന്നലെ വണ്ടികൾ പല സ്ഥലങ്ങളായിട്ട് വെക്കുന്നുണ്ട്. എൻ്റെ മൊബൈലൊക്കെ പുറത്തുണ്ട്. ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഇവിടെ 0% ആണ് കള്ളന്മാരും അതുപോലെ ചീറ്റേഴ്സിനെ കേട്ടോ. എനിക്ക് ഉണ്ടായിട്ടില്ല. ആകെ എൻ്റെ ബസ്സിൽ നിന്ന് ഇങ്ങോട്ട് രണ്ടാമത് ടോയ് വെഹിക്കിൾ ഉണ്ടെന്നില്ല. അവൻ മാത്രമാണ് എന്നെ പറ്റിക്കാൻ നോക്കിയത്. പക്ഷേ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു റീസൺ എന്താണെന്നുള്ളത്. നമ്മൾ സ്ട്രീറ്റിലേക്ക് കൂടെ നടന്നു പോകട്ടോ. നോക്കാം നമുക്ക് ഇവിടെ ഇല്ലെന്നല്ല. നമ്മൾ വന്ന വഴികൾ ഒന്നും കൂടെ നടന്നിട്ട് പോവാണ്. നിറയെ മൊബൈൽ ഷോപ്പുകളാണ്. ഷൂവിന് ചെരുപ്പ് ഷോപ്പാണ്. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. പുതിയ ബിൽഡിംഗ് എന്താ വരുന്നില്ല കേട്ടോ. ഓക്കെ, മുഴുവൻ മൊബൈൽ ഷോപ്പാണ്. ഇത്രക്കാരും ആൾക്കാർ ഇവിടെ ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവർ നമ്മുടെ ധൈര്യയിലും നായ്ഫിലോ ഒക്കെ പോയവർ നമുക്ക് ഫീൽ ആകുന്നത് മൊബൈൽ ഷോപ്പ് കാണുമ്പോൾ. ഇലക്ട്രോണിക് സ്റ്റോഴ്സ് കാര്യങ്ങൾ. ഹോണർ ഉണ്ട് കേട്ടോ. ഇവിടെ ഹോണർ ഉണ്ട്, ഐഫോൺസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി പ്രൈസ് ഇവിടെ ടാക്സ് കാര്യങ്ങൾ ടാക്സ് ടാക്സ് ഇവിടെ ടാക്സ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈസ് എനിക്കറിയില്ല, ടാക്സിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, അടിപൊളി ഷോപ്പുകളല്ലേ. കാസർഗോഡുകാരോടാണ് നിങ്ങൾ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു കട തുടങ്ങേണ്ടതാണ്. കാരണം ദുബായിൽ ആ കരാമ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാസർഗോഡുകാരാണ് ഇലക്ട്രോണിക്സും മൊബൈൽ ഷോപ്പൊക്കെ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് പറ്റിയ സ്ഥലമായിട്ടിത്. VIP ഷോപ്പിനെ പേരാണ് VIP. എല്ലാ ഷോപ്പുകളും ഇന്ത്യയിലെ ഡിസൈൻ ശ്രദ്ധിച്ചു ഒന്നൊന്ന് മെച്ചാണ്. ഭയങ്കര ക്വാളിറ്റിയിൽ ഭയങ്കര ലക്ഷറിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് അവർ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഇൻറ്റീരിയർ ഡിസൈൻ നോക്കിയാൽ കാരണം കസ്റ്റമർ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പാറ്റേണാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വരുന്നത്. ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രാജ്യത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ. കലാം അറബിക് മാവഷ്കിൽ 120 സന. 150 വർഷം പഴക്കമുള്ള മരം കേട്ടോ. അടിപൊളി. ഒരാൾ ഓപ്പോസിറ്റാണ്. അവൻ ആക്ച്വലി കയ്യിൽ 2 പാത്രം വെച്ച് കൊട്ടിയിട്ടിങ്ങനെ വരുന്ന കേട്ടോ, ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടുത്തെ ഒരു ക്യാമറ ഷോപ്പാണ്. ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടെ എന്തൊക്കെ ക്യാമറാസ് ഉണ്ട് കേട്ടോ. പഴയതാണ്, നല്ല ക്യാമറാസൊന്നും ഇല്ല. സാധാരണ നമ്മളിങ്ങനെ തെരുവുകളിൽ ക്യാമറ എടുത്ത് ഇറങ്ങുമ്പോൾ പല ആൾക്കാരും പറയും ക്യാമറ എടുക്കില്ല എന്നെ ഷൂട്ട് ചെയ്യണമെന്ന് പറയും. ഇവിടെ നേരെ തിരിച്ചിട്ടോ. ഇവിടെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആൾക്കാർ ഓനോട് പറയാം എൻ്റെ വീഡിയോ എടുക്കാൻ പറയാന്ന് പറഞ്ഞു. ഓ, വലിയൊരു അടിയോട് പോയി. നല്ല തെറി, അറബിയിലെ തെറിയും കേട്ടോ. ഒരു പെണ്ണുങ്ങൾ വെഹിക്കിളുണ്ട്. ഉഷാറാച്ച റോഡ് നോക്കിയിട്ട് ഒരു വണ്ടി ഓടിക്കടാ ഛേ എന്നാണ് പുള്ളി പറഞ്ഞത്. ചേട്ടാ കേട്ടോ. നല്ല രസമാണ്. ഏതോ രാജ്യത്ത് ഏതോ സ്ട്രീറ്റിലേക്ക് കൂടി ഇങ്ങനെ കറങ്ങുമെന്ന് പറയുമ്പോൾ ഈ ചങ്ങാതി നേരം എടുത്തൊരു 10ാമത്തെ വലിയാണ് വലിക്കുന്നത്. ഭയങ്കര വലിയ കേട്ടോ ഇവർ. അത് മുഷ്കില ബീബി, അതാ മുഷ്കില. സിഗരറ്റ് അതെ കബീർ മുഷ്കില മാഫി സയ്യിദ്. ഇവിടെ തകരപ്പാട്ട പെറുക്കിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾ എൻ്റെ പുറകിൽ കാണാം ഒരുപാട് മക്കളൊക്കെ ഉണ്ട്. ഇവരെനിക്കൊന്ന് സിറിയക്കാർ അതിൽ തോന്നുന്നു കേട്ടോ. കാരണം തുർക്കി പോയപ്പോൾ ഞാൻ കാണിച്ചു തന്നു സിറിയക്കാർ ഒരുപാട് അഭയാർത്ഥികൾ. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവർ തകരപ്പാട്ട പെറുക്കിയിട്ടും റോഡ് സൈഡിൽ ഫ്ലവർ വിറ്റിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൊച്ചിയിലൊക്കെ ആണ് സിഗ്നലൊക്കെ ആൾക്കാർ വെക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ സിറിയക്കാർ കേട്ടോ. സിറിയക്കാർക്ക് ഇവിടെ പ്രത്യേകിച്ച് നല്ല ജോലിയൊന്നും കിട്ടുന്നില്ല. പിന്നെ ഞാൻ ബാഗ്ദാദിൽ നിന്നൊരു ഷവർമ ഷോപ്പിൻ്റെ വീഡിയോ എടുത്തില്ലേ. ആ ഷവർമ ഷോപ്പിൻ്റെ ഷെഫ് സിറിയക്കാരനായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു അവൻ സിറിയയിൽ നിന്നാണ് ജോലി അന്വേഷിച്ച് വന്നിട്ട് ഇവിടെ മാസ്റ്റർ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടെ അവരിതായിരുന്നു പണി എന്നുള്ളത്. ആ ടേസ്റ്റാണ് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ ഷോപ്പാണ് പറഞ്ഞ നേരത്തെ. ഈ ഷോപ്പുകാരാണ് നേരത്തെ പറഞ്ഞത്. ചിക്കനുണ്ട്, വേറെ ബീഫ് കേട്ടോ. അവിടെ കണ്ടോ അതിനോട് പച്ചക്കറി എന്തോ കുത്തിക്കയറ്റുന്നത്, വെജിറ്റബിൾസ് എന്തോ കുത്തിക്കയറ്റുന്നത്. എനിക്ക് അവിടെ ഗ്രീന് കാണാൻ പറ്റും. ശുക്രല്ല ബീബി. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇവർ പറഞ്ഞു ഉള്ളിക്ക് വീഡിയോ എടുക്കാനാണ് പറഞ്ഞത്. താങ്ക് യു. ഉള്ളിക്കേരി വീഡിയോ എടുക്കാനാണ് പറഞ്ഞത് അടുത്ത ആൾക്കാർ. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പോവാണ് അടുത്ത ലൊക്കേഷനിലേക്ക്. എനിക്കല്ല മോനെ വീട്ടിൽ പോകേണ്ടതാ. അവളും മക്കളുണ്ട്. ഹോട്ട് ചന്തിപുള്ളി, ഹോട്ട് മൈ ചന്തിപുള്ളി. നിങ്ങളുടെ അടുത്ത് ഒരുപക്ഷെ ഒരുപാട് പൈസ ഉണ്ടാവാം. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ അടുത്ത് പലതരം വാഹനങ്ങളുണ്ടാവാം. പക്ഷേങ്കിൽ ഇതാണ് ലൈഫ്. പ്രശ്നം ഇതാണ് ഇവിടെ ലൈഫ്.
ഇതൊരു പ്രത്യേക എൻജോയ്മെൻറ്റ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മല്ലു വെള്ളടിക്കാത്തത്, എന്തുകൊണ്ടാണ് മല്ലു കഞ്ചാവ് അടിക്കാത്തത്. ഈ വെള്ളടിയും കഞ്ചാവൊക്കെ ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് അടിച്ചിട്ട് അവിടെ കുടുങ്ങി, അവിടെ തീർന്ന്. യാത്ര എന്നുള്ള ലഹരി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അത് ലോകം മുഴുവനും പടർന്ന് കിടക്കുന്നത്. നിങ്ങൾക്കൊരിക്കലും മറ്റ് ലഹരികൾക്ക് ലോകം മുഴുവൻ പടരാൻ പറ്റില്ല. നിങ്ങൾക്ക് കഞ്ചാവ് അടിച്ചാൽ അല്ലെങ്കിൽ MDMA ഒക്കെ അടിച്ചാൽ ആകാശത്തേക്ക് പോകാൻ പറ്റും, അത് എന്നേരം പോകാൻ പറ്റും, ഓവർ അടിച്ചാൽ മരിച്ചിട്ട് പോകാൻ പറ്റും. അതല്ലാതെ ഇറാഖിലെ ഈ ഒരു ചിർക്കൂക്കിൽ വരണമെന്നുണ്ടെങ്കിൽ കഞ്ചാവ് MDMA അടിച്ചൊന്നും കാര്യമില്ല കേട്ടോ. നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ല ട്രാവൽ ലഹരിയായിട്ട് എടുക്കണം, എന്നാലേ നടക്കും. സന്തോഷം, അൽഹംദുലില്ലാ. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതിനാണ്. എനിക്ക് ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, എന്താ പറയുക, ഫോളോവേഴ്സും ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഉച്ചയായതുകൊണ്ട് തന്നെ വെയിലുള്ളതുകൊണ്ട് എക്സോസ്റ്റഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുങ്ങനെ. പിന്നെ നമ്മൾ സേഫ്റ്റി കേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പുള്ളി ഓപ്പൺ അല്ലേ. അപ്പോൾ വീട്ടിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം, എന്നിട്ട് വൈകുന്നേരം ഒന്നും കൂടി പുറത്തിറങ്ങണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, കിർക്കൂക്കിൽ കാഴ്ചകൾ വരാണ്ട് ഒരുപാട് നല്ല കാഴ്ചകൾ വരാനുണ്ട്. ഇങ്ങനെയുള്ള കാഴ്ചകളാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ്, അതല്ലാണ്ട് ഒരു ടൂറിസ്റ്റ് സ്പോട്ട്, അതല്ലാതെ നമുക്ക് ഒരു രാജ്യത്ത് പോയിട്ട്, അതല്ല ചില രാജ്യങ്ങൾ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ അവിടുത്തെ സേഫ്റ്റി, അവിടുത്തെ ജനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരണോ വരണ്ടേ എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനം എടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഇപ്പോൾ ജോർജിയ, അർമേനിയ അല്ലെങ്കിൽ ഇതുപോലെ ടൂറിസ്റ്റ് കൺട്രീസിൽ പോകുകയാണെങ്കിൽ അവിടെ നമ്മൾ സേഫ്റ്റി നോക്കേണ്ട കാര്യമില്ല. അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമ്മൾ കാണിക്കേണ്ടത്. പക്ഷേ ഇറാഖ് എന്നുള്ള ഇതുവരെയായിട്ട് ആർക്കും അറിയാത്ത അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ച് കൺട്രിയാണ്. അപ്പോൾ ഇറാഖിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇറാഖ് ഇങ്ങനെയാണ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നാളെ ആർക്കെങ്കിലും ഇവിടെ വരാൻ തോന്നും കേട്ടോ. ഓക്കെ, അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ല വീഡിയോസ് വരാണ്ട്, നല്ല ഫോട്ടോസ് വരാണ്ട്, ഇൻസ്റ്റാഗ്രാം റീൽസ് കാണാൻ മറക്കണം കേട്ടോ. ഓക്കെ, അടിപൊളി വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം.